ഇന്ന് കാലത്ത് തന്നെ കേട്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞൊരു വാർത്തയാണ്, ഒരു പിഞ്ചു പൈതലിനെ നടു റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. കൊച്ചിയിൽ ഫ്ളാറ്റിൽ നിന്നാണ് നടു റോട്ടിലേക്ക് ഒരു പിഞ്ചു പൈതലിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. CCTV ദൃശ്യങ്ങള് പോലീസ് നോക്കിയ സമയത്ത് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലാണെന്ന് മനസ്സിലായി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അറിയാൻ കഴിഞ്ഞത് ഒരു അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ ഒരു 21 വയസ്സായ ഒരു മകളെയുമാണ് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫ്ളാറ്റിൽ രക്തക്കറ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മാതാപിതാക്കളെ പണത്തിന് വേണ്ടിയിട്ട് വല്ല ബോക്സിംഗ് റിംഗില് കയറിയതുപോലെ ഇടിച്ചു കൊല്ലുന്ന മക്കള്, അതേപോലെ തന്നെ പിഞ്ചു കുഞ്ഞിനെ എന്താ അറിയില്ല, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയില്ല. പല രീതിയിലും ഇങ്ങനെ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന വാർത്തകളും അതുപോലെ തന്നെ ജീവനോട് കൂടിയിട്ട് കാട്ടിൽ കൊണ്ടുപോയിട്ട വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇവിടെ മനുഷ്യത്വം, കാരുണ്യം എന്നുള്ളത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരുണ്യം എന്നുള്ളത് മനുഷ്യനില്ല. അത് മാതാപിതാക്കളോടാവട്ടെ കുട്ടികളോടാവട്ടെ. ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന് കാലഘട്ടം മുന്നോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് വളരെ ശക്തമായിരിക്കുകയാണ്. ഇനി ഇതിനേക്കാൾ വലിയ ചൂടും, ഈ ചൂട് അവസാനിച്ച് മഴ പെയ്യുന്ന സമയത്ത് വൻ ദുരന്തത്തോടു കൂടിയുള്ള കാലാവസ്ഥ വരാനാണ് സാധ്യത. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഉള്ളിൽ നിന്ന് കാരുണ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു പെരുമാറ്റം, സ്വഭാവം നമ്മളിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ അസ്വസ്ഥതകള് അല്ലെങ്കിൽ പരീക്ഷണങ്ങള് പ്രപഞ്ചനാഥൻ നൽകുമെന്നുള്ളത്, അല്ലെങ്കിൽ പ്രകൃതി നൽകുമെന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല രീതിയിൽ എന്തിനാണ് കൊല്ലുന്നത് എന്ന് കൊല്ലുന്നവൻ അറിയുന്നില്ല. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് മരിക്കുന്നത് എന്ന് കൊല ചെയ്യപ്പെടുന്നവൻ അറിയുന്നില്ല. ആ രീതിയിലാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അവനവന്റെ സുഖം, താല്പര്യം, യാതൊരു രീതിയിൽ ക്ഷമയുമില്ല. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ എന്താണെങ്കിലും നൊന്തു പ്രസവിച്ച ഒരമ്മക്ക്, ആഗ്രഹിച്ചുകൊണ്ട് നൊന്തു പ്രസവിച്ച ഒരു അമ്മക്ക് ഒരു കുഞ്ഞിനെ ഈ രീതിയിൽ വലിച്ചെറിയാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും രീതിയിൽ അവിഹിത ബന്ധങ്ങളിൽ ഉണ്ടായതോ അതല്ലെങ്കിൽ അവസാന നിമിഷം വരെ മൂടി വെച്ചിട്ട് അവസാന നിമിഷത്തിൽ മാതാപിതാക്കൾ അറിഞ്ഞപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയതോ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ വാർത്തകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ. എന്താണെങ്കിലും നടു റോട്ടിലേക്കാണ് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ മൃതദേഹം എടുത്തപ്പോ പോലീസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ ഫ്ളാറ്റിന്റെ ഭാഗത്തുള്ള റോട്ടിൽ നിന്നാണ് ഈ ശവം കിട്ടിയിട്ടുള്ളത്, ഈ കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയിട്ടുള്ളത്. ഒരു പിഞ്ചു പൈതലാണ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ എങ്ങനെ നമുക്ക് വരുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ അതിനെ മറച്ചു വെക്കാൻ വേണ്ടി മറ്റൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിലും വലിയ അബദ്ധത്തിലേക്കും അതിലും വലിയൊരു പരീക്ഷണത്തിലേക്കും അതിലും വലിയൊരു ചീത്തപ്പേരിലേക്കാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യത്വമുള്ള ജീവിതത്തിന് വേണ്ടി, കാരുണ്യമുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മനുഷ്യനെ വല്ലാതെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്. എല്ലാ മേഖലയിൽ നിന്നും, ഏതെല്ലാം മേഖലയിലുണ്ടോ എല്ലാ മേഖലയിലും മനുഷ്യനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ ഈ ഭക്ഷണ രീതിയും ചിന്താഗതികളും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളും ഇതൊക്കെ മാറി മറിഞ്ഞപ്പോ മനുഷ്യന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടേണ്ടതെന്ന് അറിയുന്നില്ല. ആഗ്രഹങ്ങളൊക്കെ അത്യാഗ്രഹങ്ങളൊക്കെ കൂടിയിട്ട് ഒരു സുഖ ഭോഗ വസ്തുവായിട്ടാണ് മനുഷ്യൻ മാറിയിരിക്കുന്നത്. അതിന് തടസ്സം നിൽക്കുന്നത് ആരോ? അവരെ തട്ടിക്കളയുക. അത് മാതാപിതാക്കളിൽ നിന്ന് സമ്പത്ത് കിട്ടുന്നില്ലേ, അവരടിച്ചു കൊല്ലുക. അതുപോലെ തന്നെ സുഖിച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടി സുഖിച്ചതിന്റെ പേരിൽ ഒരു കുഞ്ഞെങ്ങനെയെങ്കിലും ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന സമയത്ത് ആരും അറിയാതെ അതിനെ കൊല ചെയ്യുന്നു. അതല്ലെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് കുറ്റിക്കാട്ടിലിടുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ ഇന്ന് കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ട് കാരുണ്യമില്ലാത്തൊരു രീതിയിലാണോ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിലാവട്ടെ നാട്ടിലാവട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിലാവട്ടെ തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കും നമ്മൾ. ആ പരീക്ഷണങ്ങൾക്ക് വിധേയരാവാതെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഇല്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കാരുണ്യമുള്ള ഒരു ജീവിതത്തിലേക്കും സൂക്ഷ്മതയുള്ള ഒരു ജീവിതത്തിലേക്കും മടങ്ങണം. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഒത്തിരി സ്നേഹത്തോടു കൂടി.